നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ വൈരാഗ്യം മൂലം കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. രാഹുലിന്റെ വരവ് ആരും പ്ലാൻ ചെയ്തതല്ല. രാഹുൽ പോലും ഇത് പ്ലാൻ ചെയ്തിരുന്നില്ല. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ തകർന്നു കരയുന്ന അവരുടെ പിതാക്കന്മാരുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ വരവിന്റെ കാര്യം അറിയിക്കുകയായിരുന്നു. അനുശോചനവും ദുഃഖവും അറിയിക്കാനായിരുന്നു രാഹുൽ ഫോൺ വിളിച്ചത്. എന്നാൽ ഫോണിൽ മാതാപിതാക്കളുടെ നിലവിളി ശബ്ദം കേട്ടപ്പോൾ രാഹുൽ ഗാന്ധിയും നിശബ്ദനായി. എന്ത് പറയണമെന്ന് പോലും അറിയാതെ കുറച്ചുനേരം അദ്ദേഹം മൗനത്തിലായിപ്പോയി. തുടർന്ന് ഫോണിൽ മറുതലയിൽ നിന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ കൂടെയുണ്ട്. കോൺഗ്രസ് മുഴുവൻ ഒപ്പമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. കേരളത്തിൽ വരുമ്പോൾ ഞാൻ തീർച്ചയായും അവിടെ എത്തും. ഇംഗ്ലീഷിൽ ഇടറിയ ശബ്ദം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത മാതാപിതാക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തത് DCC ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഫോൺ വിളി എത്തിയത്. ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിന്റെ ഫോണിൽ നിന്ന് UDF കൺവീനർ A ഗോവിന്ദൻ നായരുടെ ഫോണിലേക്കാണ് വിളിച്ചത്. രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ കൊടുക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. അപ്പോഴേക്കും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണന് സഹിക്കാനായില്ല. ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനെ ചേർത്ത് പിടിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആശ്വാസ വാക്കുകൾക്കിടെ അദ്ദേഹം മുഖം പൊത്തിക്കരഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പീതാംബരൻ ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ്. കഴിഞ്ഞ വർഷം ഇരിയായിലെ വീട് കത്തിക്കൽ, കല്യോട്ടെ വാദ്യകലാ സംഘം ഓഫീസിന് തീയിടൽ, പെരിയ മുരിയാനത്തെ മഹേഷിനെ തലക്കടിച്ച സംഭവം തുടങ്ങിയ കേസുകളിലൊക്കെ ഇയാൾ പ്രതിയാണ്. പെരിയായിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റാണ് പീതാംബരൻ്റേത്. മറ്റ് 6 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. അവരും CPMകാരാണ്. കാറിലെത്തിയ അക്രമി സംഘം യുവാക്കളെ തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. 6 പേർ കൃത്യത്തിൽ ഉണ്ടായിരുന്നു. വെട്ടിയത് 3 പേരാണ്. പ്രതികൾ സഞ്ചരിച്ച സൈലോ കാറും ഉടമ സജി ജോർജും കസ്റ്റഡിയിലായിട്ടുണ്ട്. കാസർഗോഡ് നിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ട 2 യുവാക്കളുടെ വിഷയത്തിൽ വലിയ വിഭാഗം ബുദ്ധിജീവികളും സിനിമാ നടന്മാരും നടിമാരും ഒക്കെ വലിയ നിശബ്ദതയിലാണ്. എന്തിനും ഏതിനും ചാടിക്കറി പ്രതികരിക്കുന്ന സാഹിത്യനായകന്മാർ കേരളത്തിൽ മനുഷ്യനെ ഇത്തരത്തിൽ കശാബ് ചെയ്യുന്നത് കാണുന്നില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ നവോത്ഥാനത്തിനായി ഇറങ്ങിയ ആക്ടിവിസ്റ്റുകൾ പോലും അതീവ മൗനം തുടരുന്നു. എഴുത്തുകാർ പ്രതികരിക്കുന്നില്ല. സിനിമാക്കാർക്കും എഴുത്തുകാർക്കും സാഹിത്യ നായകന്മാർക്കും സംസ്ഥാന സർക്കാർ നൽകുന്ന അപ്പക്കഷ്ണങ്ങളിലാണ് കണ്ണ്. സംസ്ഥാന അവാർഡുകളിലും സർക്കാരിന്റെ സ്ഥാനമാനങ്ങളിലും കസേരകളിലും മാത്രമാണ് വലിയ വിഭാഗം സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയും സിനിമാക്കാരുടെയും കണ്ണ്. അവർക്ക് എഴുതാൻ മഷിയും പേനയും കൊടുക്കുന്നത് സർക്കാർ എന്ന നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. നവോത്ഥാനത്തിനായി ശബരിമലയിൽ യുദ്ധത്തിന് പോയ മഹാന്മാരെയും മഹതിമാരെയും ഒന്നും കാസർഗോഡ് കാണാനില്ല. മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും നൽകാത്ത നവോത്ഥാന നായകന്മാരും സാഹിത്യകാരന്മാരും എല്ലാം ഭരണകക്ഷിയായ പാർട്ടിയുടെ കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയാണ് എന്നതാണ് ഞടുക്കുന്ന വസ്തുത. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.